നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച താരത്തിലുള്ള പുരസ്കാരം മെസ്സി അർഹിച്ചതല്ലേ? ഇത്തരത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തുനിന്ന് വരുന്നത്. റോബ്ഡ്, നിങ്ങൾ ഫിഫ ബോയ് എന്ന് വിളിച്ചോ, പക്ഷേ ആ മനുഷ്യൻ അർഹിച്ച ഒരു ഗോൾഡൻ ബോളാണ് ഇവിടെ അയാൾക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഫിഫ അനീതിയാണ് കാണിച്ചിരിക്കുന്നത് എന്ന തരത്തിലാണിപ്പോൾ വിമർശനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായിട്ട് ഒരു ബിലോ ആവറേജ് ടീമിനെ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ കൊണ്ടുവന്നെത്തിച്ചതിനേക്കാൾ മികച്ചൊരു പ്രകടനമൊന്നും ഈ വേൾഡ് കപ്പിൽ മറ്റാരും നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഫിഫ ജയിച്ച ടീമിലെ താരത്തിന് ഈ പറയുന്ന ഫിഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം കൊടുത്തിരിക്കുകയാണ്. അതായത് 8 മത്സരങ്ങൾ കളിച്ച റോഡ്രി മോശമാണെന്നല്ല പറയുന്നത്. റോഡ്രിയുടെ പ്രകടനം എബവ് ആവറേജാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു മെസ്സിയുടെ പ്രകടനം എന്നതാണ് വ്യത്യാസം. 8 മത്സരങ്ങൾ കളിച്ച റോഡ്രി 11 കീ പാസുകൾ, 93 പാസിംഗ് ആക്യുറസി, 79% ലോങ് പാസ് ആക്യുറസി, 66% ഡ്യുവൽസ് സക്സസ് റേറ്റ്, 26 ടാക്കിളുകൾ, 40 ബോൾ റിക്കവറീസ്, ഒറ്റ സീരിയസ് എററും ഡിഫൻസീവ് എററും അദ്ദേഹം വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ കണക്കുകൾ വെച്ച് മാത്രം റോഡ്രിയുടെ ഒരു ഇമ്പാക്റ്റിനെ അളക്കണ്ട, ശരിയാണ്. റോഡ്രി കളിക്കളത്തിൽ നിന്ന് സ്പെയിനിൻ്റെ കളിയുടെ ടെമ്പോ നിയന്ത്രിച്ചത് ഈ കണക്ക് നോക്കിയാൽ കിട്ടൂല, അതും ശരിയാണ്. പക്ഷെ റോഡ്രിയുടെ ഒരു പ്രകടനത്തിൻ്റെ ആവറേജ് റേറ്റിംഗ് ഇപ്പോൾ സോഫാ സ്കോറൊക്കെ കൊടുക്കുന്നത് 7.78 മാത്രമാണ്. അതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നുമല്ല. പിന്നെ റോഡ്രിയുടെ ടീമും അത്രയും മികച്ചതായിരുന്നു. ഒരു മികച്ച ടീമിനോടൊപ്പം മികച്ച രൂപത്തിൽ കളിച്ചു. മെസ്സിയോ ഒരു ബിലോ ആവറേജ് ടീമിനോടൊപ്പം കിടിലൻ പ്രകടനം നടത്തി. അയാളുള്ളത് കൊണ്ട് മാത്രം അവർ ഫൈനൽ വരെ എത്തി. മെസ്സി അർഹിച്ചിരുന്നു ഈ ഗോൾഡൻ ബോൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ റോബ്ഡ്, ഫിഫ ബോയ് എന്നൊക്കെ വിളിക്കുമ്പോൾ ഇത് മറക്കാതെ ഓർത്തിരിക്കുക. അയാളോളം മികച്ച പ്രകടനമൊന്നും ഈ വേൾഡ് കപ്പിൽ മറ്റാരും നടത്തിയിട്ടില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.